നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷകൾക്ക് നാളെ തുടക്കമാകും. ജില്ലയിൽ 35,802 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. കാലടി പ്ലാന്റേഷനിലെ വെറ്റിലപ്പാറയിൽ പുലിയുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. 17ാം ബ്ലോക്കിലെ കണ്ടശാംകടവ് വീട്ടിൽ ലിജോ മണിയുടെ 2 വയസ്സുള്ള പശുക്കിടാവാണ് ചത്തത്. അതീവ ശോചനാവസ്ഥയിലായ മണലൂർ വില്ലേജ് ഓഫീസിന്റെ റെക്കോർഡ് റൂമിലെ രേഖകൾ നാശത്തിന്റെ വക്കിൽ. വാതിലുകൾ അടർന്നു വീഴാറായ കെട്ടിടത്തിൽ ഇഴജന്തുക്കളുടെ ശല്യവും പതിവായി. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള പൾസ് പോളിയോ പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തു. 2 ലക്ഷത്തോളം കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് വിതരണം ചെയ്തത്. ചെറുതുരുത്തിയിൽ സ്വകാര്യ വ്യക്തിയുടെ ക്വാർട്ടേഴ്സിൽ നിന്നും സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം ഒറ്റപ്പാലം കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലേക്ക് ഒഴുകുന്നതായി പരാതി. 2 ആഴ്ചയായി സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബുകൾ എടുത്തുമാറ്റിയ നിലയിലാണ്. എളവള്ളി പഞ്ചായത്ത് 9ാം വാർഡിൽ കുന്നത്തേക്കുളം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തുന്നതായി പരാതി. സ്വകാര്യ വ്യക്തിയുടെ വീടുപണിയുടെ പേരിൽ സംഭരിച്ച മണ്ണ് ഉപയോഗിച്ചാണ് കുളം നികത്തുന്നത്. ദേശീയപാത നന്ദിക്കരയിൽ ബൈക്ക് കാറിലിടിച്ചു മറിഞ്ഞ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. എറണാകുളം സ്വദേശി സന്ദീപിനാണ് പരിക്കേറ്റത്. മാർച്ച് മാസത്തെ റേഷൻ വിതരണം നാളെ ആരംഭിക്കും. വെള്ളക്കാട് ഉടമകൾക്ക് ഈ മാസം 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസയ്ക്ക് ലഭിക്കും. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിനിടയാക്കിയ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് കുംഭാര കോളനി നിവാസികൾ ആയ 26 കുടുംബങ്ങൾക്ക് സ്വന്തമായി ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ MLA സേവ്യർ ചിറ്റിലപ്പള്ളിക്ക് സ്വീകരണം നൽകി. മുണ്ടത്തിക്കോട് സൌഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര പന്തലൂർ വാർഡിൽ 3,19,000 രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ ചില്ലായിൽ റോഡ് നാടിന് സമർപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർക്ക് നിലകൊള്ളാൻ കൈതവളപ്പിന് സമീപം ഉയർത്തുന്ന തേവർ പന്തലിനും ആറാട്ടുപുഴ ക്ഷേത്ര പത്തായപ്പുരയ്ക്ക് സമീപം ഒരുക്കുന്ന തേവർ സ്വീകരണ പന്തലിനും കാൽനാട്ടി. ക്ഷേത്ര മേൽശാന്തി കൂറ്റമ്പള്ളി പത്മനാഭൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയോടെയാണ് ചടങ്ങുകൾ നടന്നത്. ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം ഈ മാസം 22-നും ആറാട്ടുപുഴ പൂരം 23-നുമാണ്. LDF ആലത്തൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി LDF പ്രവർത്തകർ കുന്നംകുളം നഗരത്തിൽ റോഡ് ഷോ നടത്തി. കുന്നംകുളം TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ നിന്നാരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി ടൗൺഹാൾ പരിസരത്ത് സമാപിച്ചു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ചേലക്കര സബ് ഓഫീസിന്റെ ഉദ്ഘാടനം മന്ത്രി K രാധാകൃഷ്ണൻ നിർവഹിച്ചു. കോർപ്പറേഷന്റെ കീഴിലുള്ള 17ാമത് സബ് ഓഫീസാണ് ചേലക്കരയിൽ ആരംഭിച്ചത്. എടതിരുത്തി വെസ്റ്റ് SNVLP സ്കൂളിന്റെ 97ാം വാർഷികാഘോഷം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ GLP സ്കൂളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം KSTA സംസ്ഥാന കമ്മിറ്റി അംഗം സാജൻ ഇഗ്നേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. ചാമക്കാല ഇസ്ലാമിക് റിലീഫ് സൊസൈറ്റി നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ ബൈത്തുൽ അമാൻ ഭവനത്തിന്റെ താക്കോൽദാനം നടന്നു. പട്ടേപ്പാടം മഹല്ല് ഖത്തീബ് മുഹമ്മദ് ഷാഫി ബാഫഖി ഈരാറ്റുപേട്ട ഉദ്ഘാടനം ചെയ്തു. COA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം കോഴിക്കോട് നടന്നു. മുൻ മന്ത്രി TP രാമകൃഷ്ണൻ MLA പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ IP ബ്ലോക്കിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി K രാധാകൃഷ്ണൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ അധ്യക്ഷത വഹിച്ചു. വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളിലുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം അകറ്റാൻ ആളൂർ രാജശ്രീ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗ പരിശീലനം സംഘടിപ്പിച്ചു. കായിക അധ്യാപകൻ അരുൺ K അരവിന്ദാക്ഷന്റെ നേതൃത്വത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. തെക്കുംകര പഞ്ചായത്തിലെ ചെപ്പാറ ടൂറിസം കേന്ദ്രത്തിൽ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ സേവ്യർ ചിറ്റിലപ്പള്ളി MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന കാർപ്പന്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി മുണ്ടത്തിക്കോട് വിനോദ്, ലിയോ എന്നീ യുവാക്കൾക്ക് ചികിത്സാ സഹായ നിധിയിലേക്ക് ധനസഹായം കൈമാറി. ചടങ്ങിൽ പ്രസിഡന്റ് പ്രകാശൻ അരവൂർ, സെക്രട്ടറി രാധാകൃഷ്ണൻ വെങ്ങിലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന നേതൃസംഗമം പീച്ചിയിൽ നടന്നു. ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂർ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്തു. മണലൂർ വെസ്റ്റ് സെന്റ് ജോസഫ് പള്ളിയിലെ വി ഔസേ പിതാവിന്റെ 40ാം ഊട്ടുതിരുനാളിന് വികാരി ഫാദർ ജോജു ചിരിയൻ കണ്ടത്ത് കൊടിയേറ്റി. ഈ മാസം 9, 10 തീയതികളിലാണ് തിരുനാൾ. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.